ഏവർക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പ്ലസ് ടു ഫിസിക്സുമായി ബന്ധപ്പെട്ട ആദ്യ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞതാണ്. അവസാനമായി നമ്മൾ ആപ്ലിക്കേഷൻസ് ഓഫ് ഗോസസ് തിയറം വരെ പറഞ്ഞ് ഒന്നാമത്തെ ചാപ്റ്റർ പൂർത്തീകരിച്ചതാണ്. ഒന്നാമത്തെ ചാപ്റ്ററിനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ചാപ്റ്ററാണ് രണ്ടാമത്തെ ചാപ്റ്റർ. ചാപ്റ്ററിന്റെ പേര് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്നാണ്. ആദ്യ ചാപ്റ്ററിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ചാണ് പഠിച്ചതെങ്കിൽ രണ്ടാമത്തെ ഈ ചാപ്റ്ററിലൂടെ നമ്മൾ പഠിക്കുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യലിനെ കുറിച്ചും കപ്പാസിറ്റൻസിനെ കുറിച്ചൊക്കെയാണ്. പരീക്ഷയ്ക്ക് 4 മാർക്കിന് ചോദ്യം പ്രതീക്ഷിക്കാവുന്ന, ഒരല്പം ശ്രദ്ധിച്ചിരുന്നാൽ ഈ പറയുന്ന 4 മാർക്ക് എളുപ്പത്തിൽ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് രണ്ടാമത്തെ ചാപ്റ്റർ. അപ്പൊ അതിൽ ആദ്യം നമ്മൾ പഠിക്കുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യലിനെ കുറിച്ചാണ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, വാട്ട് ഈസ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്നൊരു ചോദ്യം വരാം. എന്താ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയാൻ? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ പറയുന്നതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ബോർഡിലേക്ക് ശ്രദ്ധിക്കുക. എന്റെ കയ്യിൽ ഒരു പ്ലസ് ക്യൂ ചാർജ് ഉണ്ട് എന്ന് കരുതുക. പ്ലസ് ക്യൂ ചാർജ്. ഈ ചാർജുമായി ബന്ധപ്പെട്ട് ഇതിന് ചുറ്റും ഒരു ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ചാർജുമായി ബന്ധപ്പെട്ട് ഇതിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, ഞാൻ ഇൻഫിനിറ്റിയിൽ നിന്നും ഒരു യൂണിറ്റ് ചാർജിനെ, ക്യൂ നോട്ട് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ചാർജിനെ ഈ ഇലക്ട്രിക് ഫീൽഡിലെ ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് എന്ത് ചെയ്യുവാണ്, കൊണ്ടുവരുവാണ്. ഇൻഫിനിറ്റിയിൽ നിന്നും ക്യൂ നോട്ട് എന്ന് പറയുന്ന യൂണിറ്റ് ചാർജിനെ ഈ ഇലക്ട്രിക് ഫീൽഡിലെ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരുവാണ്. അത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. പോസിറ്റീവ്ലി ചാർജ്ഡ് യൂണിറ്റ് ചാർജ് ആണ്. അങ്ങനെ കൊണ്ടുവരുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ ഉള്ളത് പ്ലസ് ക്യൂ ചാർജ് ആണ്, കൊണ്ടുവരുന്ന എമൗണ്ട് പോസിറ്റീവ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചാർജുകൾ തമ്മിൽ എന്തുണ്ടാവും? റിപ്പൽസീവ് ഫോഴ്സ് ഉണ്ടാവും. ആ റിപ്പൽസീവ് ഫോഴ്സിനെ ഓവർകം ചെയ്താൽ മാത്രമേ എനിക്ക് ക്യൂവിനെ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, പ്ലേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ഈ റിപ്പൽസീവ് ഫോഴ്സിനെ ഓവർകം ആയിട്ട് അല്ലെങ്കിൽ എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു എമൗണ്ട് ഓഫ് വർക്ക് ചെയ്യണം. ആ എമൗണ്ട് ഓഫ് വർക്ക് ഡണ്ണിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. എന്താ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ? ഇൻഫിനിറ്റിയിൽ നിന്നും ഒരു യൂണിറ്റ് ചാർജിനെ ഇലക്ട്രിക് ഫീൽഡിലെ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരാൻ ഞാൻ എന്തുമാത്രം എമൗണ്ട് വർക്ക് ചെയ്യുന്നുവോ ആ എമൗണ്ട് ഓഫ് വർക്കിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഇലക്ട്രിക് പൊട്ടൻഷ്യലിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ, ക്യാപിറ്റൽ ലെറ്റർ ഏതാണ്? വി ആണ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ് ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ വി. ഇതിനൊരു ഡെഫിനിഷൻ ആയിട്ട് പറഞ്ഞാൽ it is the amount of work done in bringing a unit positive charge from infinity to a particular point in a field against the force of repulsion. ഇതാണ് വാട്ട് ഈസ് എന്ന് ചോദിച്ചാൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് ചോദിച്ചാൽ. It is the amount of work done in bringing a unit positive charge from infinity to a particular point in a field against the force of repulsion. Force of repulsion ഓവർകം ചെയ്തുകൊണ്ട് ഞാനൊരു ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്നും ഈ ഇലക്ട്രിക് ഫീൽഡിലെ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരാൻ എന്തുമാത്രം എമൗണ്ട് വർക്ക് ചെയ്യുന്നുവോ ആ എമൗണ്ട് ഓഫ് വർക്കിനെയാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഇലക്ട്രിക് പൊട്ടൻഷ്യലിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ഏതാണ്? വി ആണ്. നോക്കിക്കേ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വി എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ചാർജ്. ആ കൊണ്ടുവന്ന ചാർജ് ഏതാണോ എമൗണ്ട് ഓഫ് ചാർജ്. ഇതാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. യൂണിറ്റ് പഠിക്കുക. യൂണിറ്റ് വർക്കിന്റെ യൂണിറ്റ് ജൂളാണ്, ബൈ ചാർജിന്റെ യൂണിറ്റ് കൂളോംബാണ്. ഇപ്പൊ ജൂൾ പെർ കൂളോംബാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ എന്തെന്ന് പറഞ്ഞാൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ഇതിൽ SI യൂണിറ്റ് ആയിട്ട് പറയുന്നത് ചാർജിന്റെ ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ യൂണിറ്റ് ചോദിച്ചാൽ വോൾട്ട് എന്ന് പറയുക. അപ്പോൾ ഇൻഫിനിറ്റിയിൽ നിന്നും ഒരു പർട്ടിക്കുലർ എമൗണ്ട് യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരാൻ എന്തുമാത്രം എമൗണ്ട് വർക്ക് ചെയ്യുന്നുവോ
ആ എമൗണ്ട് ഓഫ് വർക്ക് ഡണിന്റെ പേരാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് a unit positive charge from infinity to a particular point in a field against the force of repulsion. യൂണിറ്റ് പഠിക്കുക, യൂണിറ്റ് വോൾട്ട് ആണ്. അതുപോലെ തന്നെ ഡയമെൻഷണൽ ഫോർമുല എഴുതാൻ കൂടെ പഠിക്കുക. ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ ഡയമെൻഷൻ എഴുതാൻ പഠിക്കുക. ഡയമെൻഷൻ വർക്കിന്റെ ഡയമെൻഷൻ ഇതാണ് ml²T⁻²2 ഡിവൈഡഡ് ബൈ ചാർജിന്റെ ഡയമെൻഷൻ. ചാർജിന്റെ ഡയമെൻഷൻ 80 ആണ്. സോൾവ് ചെയ്യുമ്പോൾ ആൻസർ ml²T⁻³ A⁻−1 എന്ന് കിട്ടും. ഇതാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ ഡയമെൻഷൻ എന്ന് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇലക്ട്രിക് പൊട്ടൻഷ്യലുമായി ബന്ധപ്പെട്ട് പഠിക്കും. രണ്ടാമത് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടുന്ന ഒരു വാക്കാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. എന്താ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് ചോദിച്ചാൽ അത് പറയുന്നതിന് വേണ്ടി ഒരു +Q ചാർജിനെ എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. അതുമായി ബന്ധപ്പെട്ട ഒരു ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. ആ ഇലക്ട്രിക് ഫീൽഡിലെ 2 പോയിന്റുകൾ പരിഗണിച്ചു, എ എന്ന പോയിന്റും ബി എന്ന പോയിന്റും. A and B are the 2 points in an electric field. A, B എന്നിവ 2 പോയിന്റുകളാണ് എന്ന് എന്ത് ചെയ്യുക, പരിഗണിക്കുക. ഇനി നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ എയില് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ പ്ലേസ് ചെയ്തു. ഈ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ എയിൽ നിന്ന് ബിയിലേക്ക് കൊണ്ടുവരുന്നതിന് ഒരു എമൗണ്ട് ഓഫ് എന്ത് ചെയ്യണം, വർക്ക് ഡൺ നൽകണം. ഈ എമൗണ്ട് ഓഫ് വർക്ക് ഡണിനെ വിളിക്കുന്ന പേരാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പൊ വാക്കിൽ തന്നെ ഉണ്ട്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 2 പോയിന്റുകളുമായി ബന്ധപ്പെട്ടതാണ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു പോയിന്റിലേക്കുള്ള കാര്യമാണ്. അപ്പൊ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ വാട്ട് ഈസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നൊരു ചോദ്യം വന്നാൽ ഇറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്. 2 പോയിന്റുകൾ തമ്മിൽ മാത്രമേ എന്ത് പറയാൻ പറ്റത്തുള്ളൂ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറയാൻ പറ്റത്തുള്ളൂ. വിച്ച് ഈസ് ഈക്വൽ ടു ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ബ്രിങ്ങിങ് എ യൂണിറ്റ് ചാർജ് ഫ്രം 1 പോയിന്റ് ടു അനദർ. ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് യൂണിറ്റ് ചാർജിനെ കൊണ്ടുപോകുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ഓഫ് വർക്ക് ഡണിന്റെ പേരാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇൻഫിനിറ്റിയിൽ നിന്നും ഒരു പോയിന്റിലേക്ക് കൊണ്ടുവന്നാൽ ആ എമൗണ്ട് ഓഫ് വർക്ക് ഡണിനെ വിളിക്കുന്ന പേര് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്നാണ്. ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം, പൊട്ടൻഷ്യൽ ഓഫ് ബി മൈനസ് പൊട്ടൻഷ്യൽ ഓഫ് എ സമം വർക്ക് ഡൺ ഫ്രം എ ടു ബി ഡിവൈഡഡ് ബൈ ചാർജ് Q0 എന്ന് എഴുതാം. ഇത്രയും കൂടെ എന്ത് ചെയ്യുക, ആലോചിച്ചിരിക്കുക. ഇതാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഒരിക്കൽ കൂടെ പറയാം, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിൽ നിന്ന്, ഇലക്ട്രിക് ഫീൽഡിലെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് യൂണിറ്റ് ചാർജിനെ കൊണ്ടുപോകാൻ ചെയ്യുന്ന എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. എന്നാൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്തെന്ന് ചോദിച്ചാൽ ഇൻഫിനിറ്റിയിൽ നിന്നും ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് ഒരു ചാർജിനെ, യൂണിറ്റ് ചാർജിനെ കൊണ്ടുവരാൻ നൽകുന്ന എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ആണ് ഈ പറഞ്ഞ ഏത്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. 2 കാര്യങ്ങൾ പഠിക്കുക, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇനി ഇവിടെ ഒരു ചെറിയ കാര്യം കൂടെ ശ്രദ്ധിക്കുക. അടുത്തൊരു കാര്യമാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ്. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ്. ഓർമ്മ ഉണ്ടെന്ന് കരുതുന്നു. ഇലക്ട്രിക് ഫീൽഡ് E എന്ന് പറഞ്ഞാൽ 1/4πε0 Q/r² എന്ന സമവാക്യമാണ്. ഇതെങ്ങനെ കിട്ടിയെന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. എന്നാൽ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യലിനെ കുറിച്ചാണ്. ഹെഡിങ് ഇതാണ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ്. ഒരു പോയിന്റുമായി ബന്ധപ്പെട്ട് വരുന്ന എന്ത് കണ്ടെത്തുക, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കണ്ടെത്തുക. വീണ്ടും പറയുന്നു, ഒരു പോയിന്റുമായി ബന്ധപ്പെട്ട ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്താൻ 1/4πε0 Q/r² ആണ്. അതുപോലെ ഒരു പോയിന്റുമായി ബന്ധപ്പെട്ട എന്ത് കണ്ടെത്തുക, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കണ്ടെത്തുക. നോക്കിക്കേ, +Q ചാർജിനെ പരിഗണിക്കുക. ചാർജുമായി ബന്ധപ്പെട്ട ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. ഒരു r ഡിസ്റ്റൻസ് അകലെ P എന്ന പോയിന്റ് പരിഗണിക്കുക. ഈ P എന്ന പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡും ക്രിയേറ്റ് ചെയ്യപ്പെടും, എന്തും ക്രിയേറ്റ് ചെയ്യപ്പെടും, പൊട്ടൻഷ്യലും ക്രിയേറ്റ് ചെയ്യപ്പെടും. ഫീൽഡ് കണ്ടെത്താനാണെങ്കിൽ ഇത് ഉപയോഗിക്കുക. പൊട്ടൻഷ്യൽ എങ്ങനെ കണ്ടെത്തും എന്നതാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പൊ അത് കണ്ടെത്തുന്നതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഇലക്ട്രിക് ഫീൽഡിൽ ഈ A എന്ന് പറയുന്ന മറ്റൊരു പോയിന്റിനെ എന്ത് ചെയ്യുക, പരിഗണിക്കുക. അത് ഈ ചാർജിൽ നിന്നും x ഡിസ്റ്റൻസ് അകലെയാണ്. എന്താ പറഞ്ഞത്,
എ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് ഈ ചാർജിൽ നിന്നും എക്സ് ഡിസ്റ്റൻസ് അകലെയാണ്. ഇനി എന്ത് ചെയ്യുക, ഈ എയില് ക്യൂ നോട്ട് എന്ന് പറയുന്ന ഒരു ചാർജിനെ അല്ലെങ്കിൽ Q0 എന്ന് പറയുന്ന ഒരു ചാർജിനെ പ്ലേസ് ചെയ്യുക. ആ ചാർജിനെ എയിൽ നിന്നും ബിയിലേക്ക് എന്ത് ചെയ്യുക, മൂവ് ചെയ്യിപ്പിക്കുക. ആ മൂവ് ചെയ്യിപ്പിച്ച ചെറിയ ഡിസ്റ്റൻസിനെ നിങ്ങൾ dx ആയിട്ട് പരിഗണിക്കുക. ഒന്നുമില്ല, ആദ്യ ഒരു ചാർജ് r ഡിസ്റ്റൻസ് അകലെ പി എന്ന പോയിന്റ്. ഇതിൽ തന്നെ രണ്ട് പോയിന്റുകളുണ്ട്. എ എന്ന പോയിന്റ് എത്ര ഡിസ്റ്റൻസ് അകലെയാ, എക്സ് ഡിസ്റ്റൻസ് അകലെയാണ്. ഈ എ എന്ന പോയിന്റിലാണ് Q0 എന്ന ചാർജിനെ പ്ലേസ് ചെയ്യാനുള്ളത്. ആ ചാർജിനെ ബിയിലേക്ക് മൂവ് ചെയ്യിക്കുക. എത്ര ഡിസ്റ്റൻസ്, dx ഡിസ്റ്റൻസ് മൂവ് ചെയ്യും. ഇനി നോക്കിക്കേ, എയിൽ ഈ ചാർജ് ഇരിക്കുമ്പോൾ, Q0 എന്ന ചാർജ് ഇരിക്കുമ്പോൾ ക്യൂവും Q0 തമ്മിലൊരു റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സ് കണ്ടെത്താനുള്ള ഫോർമുല F is equal to 1/4πε0 ഇൻറ്റു ഈ ചാർജ് Q ഇൻറ്റു ഈ ചാർജ് Q0 ഡിവൈഡഡ് ബൈ ഈ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ. ഡിസ്റ്റൻസ് എത്ര, ഇത്രയും ഡിസ്റ്റൻസ് പരിഗണിക്കുക. അപ്പൊ എക്സ് സ്ക്വയർ കിട്ടില്ല. ഇനി എന്ത് ചെയ്യുക, ഇനി പർട്ടിക്കുലർ ഡിസ്റ്റൻസ് മൂവ് ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞു, dx ദൂരത്തെ ഇതിനെ ചലിപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ട് ഡിസ്റ്റൻസ് ഉണ്ട്, ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസ് dx ആണ്. നോക്കിക്കേ, ഫോഴ്സും ഡിസ്റ്റൻസും ഉണ്ടെങ്കിൽ അവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യപ്പെടും, വർക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടും. ആ വർക്ക്, എമൗണ്ട് ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ dw ആണ്. അത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, എഫ് ഡോട്ട് എന്തെഴുതുക, dx എഴുതുക. ഇനി എന്ത് ചെയ്യുക, നിങ്ങൾ dw is equal to ഡോട്ട് പ്രോഡക്റ്റ് മാറ്റി എഴുതുക. എങ്ങനെ ഡോട്ട് പ്രോഡക്റ്റ് മാറ്റും, ഡോട്ട് പ്രോഡക്റ്റ് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്നതിന്റെ കോസ് എടുക്കുക. അപ്പൊ എഫ് ഡി എക്സ് കോസ് 180 എന്ന് വരും. എന്തുകൊണ്ടാ 180 എന്ന് വന്നത്, ഫോഴ്സ്, റിപ്പൾസീവ് ഫോഴ്സ് ഈ ഡയറക്ഷനിലാണ്, ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. എന്നാൽ ഡിസ്റ്റൻസ് റൈറ്റ് ടു ലെഫ്റ്റ് ആണ്. ഇങ്ങനെ വന്നാൽ ഇവയ്ക്കിടയിലുള്ള ആംഗിൾ കോസ് 180 ആയിരിക്കും. ഡോട്ട് പ്രോഡക്റ്റ് മാറ്റാൻ വേണ്ടിയാണ് എന്തെടുത്തത്, കോസ് എടുത്തത്. ഇപ്പൊ കോസ് 180യുടെ വാല്യൂ -1 ആണ്. അപ്പൊ dw is equal to -f(dx) എന്ന് കിട്ടി. ഓക്കെ, തീർന്നില്ല, നമുക്ക് വേണ്ടത് പൊട്ടൻഷ്യൽ ആണ്. ഇനി എന്ത് ചെയ്യുക, ഈ ഫോഴ്സിന്റെ സ്ഥാനത്ത് ഈ കിട്ടിയ വാല്യൂ നമുക്ക് അറിയാവുന്ന വില അപ്ലൈ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ dw is equal to മൈനസ് ഫോഴ്സിന്റെ വാല്യൂ 1/4πε0 ഇൻറ്റു Q0 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു dx. ഇത് സ്മാൾ വർക്ക് ഡൺ ആണ്. ടോട്ടൽ എമൗണ്ട് വർക്ക് കണ്ടുപിടിക്കാൻ രണ്ട് സൈഡും ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇപ്പോഴും പറയുന്നതാണ്, ടോട്ടൽ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഇന്റഗ്രേഷൻ ചെയ്യുക. ഇന്റഗ്രൽ dw ഈക്വൽ ടു ഇന്റഗ്രൽ മൈനസ് 1/4πε0 ഇൻറ്റു Q0 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു dx. ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ലിമിറ്റ് മീൻസ് ഇൻഫിനിറ്റിയിൽ നിന്ന് ഇവിടെ പി എന്ന പോയിന്റിലേക്ക് കൊണ്ടുവരേണ്ടതല്ലേ. അപ്പൊ ഇൻഫിനിറ്റി ടു ആർ, ലിമിറ്റ് കൊടുക്കുക, ഇൻഫിനിറ്റി ടു ആർ. dw സ്മാൾ വർക്ക് ഡൺ ആണ്. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ വർക്ക് എഴുതുക. ടോട്ടൽ വർക്ക് w ഈക്വൽ ടു കോൺസ്റ്റന്റുകളെ പുറത്തെടുക്കുക. 1/4πε0 കോൺസ്റ്റന്റ് ആണ്, Q കോൺസ്റ്റന്റ് ആണ്, Q0 കോൺസ്റ്റന്റ് ആണ്. dx അല്ലെങ്കിൽ മാറ്റി കൊണ്ടുവന്നു. അപ്പൊ dx വേരിയബിൾ ആണ്. കോൺസ്റ്റന്റുകളെ പുറത്തെടുക്കുക. കോൺസ്റ്റന്റ് പുറത്തെടുക്കുമ്പോൾ മൈനസ് Q0 ഡിവൈഡഡ് ബൈ 4πε0 ഇൻറ്റു ഇന്റഗ്രൽ 1/x സ്ക്വയർ ഇൻറ്റു dx. ലിമിറ്റ് കൊടുക്കുക, ഇൻഫിനിറ്റി ടു ആർ. ശ്രദ്ധിക്കുക, ഡിനോമിനേറ്ററിൽ ഒരു പോസിറ്റീവ് സംഖ്യ വന്നാൽ ന്യൂമറേറ്ററിലേക്ക് വരുമ്പോൾ അത് നെഗറ്റീവായി മാറും. എക്സ് സ്ക്വയർ ന്യൂമറേറ്ററിലേക്ക് വരുമ്പോൾ മൈനസ് ആവും. w is equal to പറഞ്ഞ് മൈനസ് Q0 ഡിവൈഡഡ് ബൈ 4πε0 ഇൻറ്റു ഇന്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ x റൈസ് ടു -2 dx. ഇനി ജനറൽ ഇക്വേഷൻ മാത്സ് പഠിച്ച x റൈസ് ടു n dx എന്ന ഫോമിലാണെങ്കിൽ x റൈസ് ടു n+1/n+1 ആണ് ആൻസർ. ഈ ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്താൽ x റൈസ് ടു -2 dx അല്ലേ. ആൻസർ x റൈസ് ടു -2 + 1/-2 + 1.
അതായത് എക്സ് റൈസ് ടു മൈനസ് 1 ബൈ ഏത് -1 എന്ന് കിട്ടും. ഇവിടെ കൊടുത്താൽ W is equal to minus Q into Q naught divided by 4 pi epsilon naught. ബ്രാക്കറ്റിൽ എഴുതുക. കാര്യം നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ എഴുതുക. അപ്പൊ ആൻസർ എക്സ് റൈസ് ടു -1 ബൈ -1 എവിടെ മുതൽ എവിടം വരെ ഇൻഫിനിറ്റി ടു ആർ. എന്ത് ചെയ്യുക, ഈ മൈനസും കൂടെ പ്ലസ് ആയി പോവും. W is equal to Q into Q naught divided by 4 pi epsilon naught ബ്രാക്കറ്റിൽ എഴുതുക. എക്സ് റൈസ് ടു -1 എന്ന ഫോമിലാണെങ്കിൽ അതിനെ എങ്ങനെ എഴുതാം, 1/x എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തെന്ന് എഴുതുക, 1/x ഇവിടെ മുതൽ എവിടെ വരെ ഇൻഫിനിറ്റി ടു ആർ എന്ന് എഴുതുക. ഇനി എന്ത് ചെയ്യുക, അപ്പർ ലിമിറ്റ് കൊടുക്കുക, മൈനസ് ഇടുക, ലോവർ ലിമിറ്റ് കൊടുക്കുക. കാര്യം ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന സ്റ്റെപ്പാണ്. ഓർത്തിരിക്കുക, W is equal to Q into Q naught divided by 4 pi epsilon naught into ബ്രാക്കറ്റിൽ 1/x ന്റെ സ്ഥാനത്ത് അപ്പർ ലിമിറ്റ് 1/r മൈനസ് 1/x ന്റെ സ്ഥാനത്ത് ലോവർ ലിമിറ്റ് 1/ഇൻഫിനിറ്റി. 1/ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ അത് ക്യാൻസൽ ആയി പോകും. കാര്യം ആൻസർ 0 ആണ്. ചെയ്തെഴുതുമ്പോൾ W equal to Q into Q naught divided by 4 pi epsilon naught into 1/r എന്ന് വരും. ഇതാണ് എമൗണ്ട് ഓഫ് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണ്, തീർന്നിട്ടില്ല. ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ സമവാക്യം നമുക്കറിയാം. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ബൈ ചാർജ് ആണ്, Q നോട്ട് ആണ്. ഈ കിട്ടിയ വർക്ക് ഡണിനെ Q നോട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ V equal to Q into Q naught by 4 pi epsilon naught into 1/r whole divided by Q naught. ഇത്രയും വർക്ക് ഡൺ ആണ്, അതിനെ Q നോട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യും. ആ Q നോട്ടും ക്യാൻസൽ ചെയ്തു പോകുന്നു. ഇക്വേഷൻ V is equal to 1/4 pi epsilon naught into Q/r എന്ന് കിട്ടും. ഇതാണ് ഈ P എന്ന പോയിന്റിലെ എന്തെന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ. കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചത് P എന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ആണ്. അത് 1/4 pi epsilon naught into Q/r² ആയിരുന്നു. ഇവിടത്തെ ഒരു R മാറ്റിയാൽ അവിടത്തെ എന്തായി, പൊട്ടൻഷ്യൽ ആയി. കാണുമ്പോൾ എളുപ്പമാണ് സമവാക്യം, പക്ഷെ രൂപീകരിക്കുന്ന സ്റ്റെപ്പുകൾ പഠിക്കുക. ഇത് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കും. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് എന്ന ടോപ്പിക്കിൽ ഇത് ലെങ്തി ആയിട്ടുള്ള ഡെറിവേഷൻ ആണ്, ഒന്നുമില്ല. ആദ്യം ഈ ചിത്രം വരയ്ക്കാൻ പഠിക്കുക എന്നുള്ളതാണ് കാര്യം. +Q ചാർജ് ആണ്, 6 ഡിസ്റ്റൻസ് അകലെ P എന്ന പോയിന്റ് ഉണ്ട്. ഈ P എന്ന പോയിന്റിലെയാണ് എന്ത് കണ്ടെത്താനുള്ളത്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കണ്ടെത്താനുള്ളത്. അതിന് വേണ്ടിയിട്ട് ഈ ഫീൽഡിൽ വരുന്ന മറ്റൊരു പോയിന്റ് പരിഗണിക്കാതെ A ആണ്. അത് എത്ര ഡിസ്റ്റൻസ് അകലെയാണ്, X ഡിസ്റ്റൻസ് അകലെയാണ്. ഈ A എന്ന പോയിന്റിൽ Q നോട്ട് എന്ന ചാർജിനെ പ്ലേസ് ചെയ്യുക, അതിനെ B യിലേക്ക് കൊണ്ടുവരിക. എത്ര ഡിസ്റ്റൻസ് ആ കൊണ്ടുവന്നത്, dx ഡിസ്റ്റൻസ് ആണ് കൊണ്ടുവന്നത്. ഇനി എന്ത് ചെയ്യുക, നിങ്ങൾ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന റിപ്പൾസീവ് ഫോഴ്സ് എഴുതുക. ആ ഫോഴ്സ് എഴുതി കണ്ടുപിടിക്കുക. ഫോഴ്സ് കിട്ടിയാൽ പിന്നെ ചെയ്യേണ്ടത് എന്താ, ഫോഴ്സ് കിട്ടിയാൽ ഈ പറയുന്ന സ്റ്റെപ്പുകൾ ബാക്കി ഓരോന്നൊന്ന് നോക്കുക. അവസാനം നമുക്ക് വർക്ക് ഡണിന്റെ ഒരു സമവാക്യത്തിലേക്ക് എത്തിച്ചേരും. അങ്ങനെ വർക്ക് ഡണിന്റെ സമവാക്യം കിട്ടിയാൽ ആ വർക്ക് ഡണിനെ ആ Q നോട്ട് എന്ന ചാർജ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആയി. ഇത്രയുമാണ് ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ പഠിക്കാനുള്ളത്. അപ്പൊ തുടക്കത്തിൽ ഒരു കാര്യം പറയാം. നമ്മൾ ആദ്യം പഠിച്ചത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണ്, അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്. ഇൻഫിനിറ്റിയിൽ നിന്നും ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് കൊണ്ടുവരാൻ ചെയ്യുന്ന എമൗണ്ട് ഓഫ് വർക്കിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് കൊണ്ടുപോകാൻ ചെയ്യുന്ന എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഒരു പോയിന്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കണ്ടെത്തുന്നതിനുള്ള സമവാക്യം 1/4 pi epsilon naught into Q/r ആണ്. അതായത് ഡിസ്റ്റൻസ് R കൂടി വരുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യൽ കുറഞ്ഞു വരും. R കൂടുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യൽ കുറയും. +Q ചാർജ് ഇവിടെ ഉണ്ട്, ഇത്രയുമാണ് R, P എന്ന പോയിന്റ്. ഈ ഡിസ്റ്റൻസ് ഞാൻ കുറച്ചാൽ പൊട്ടൻഷ്യൽ കൂടി വരും. ഫസ്റ്റ് കേസ് നോക്കാം. ഇത് ഒന്നാമത്തെ കേസ്, രണ്ടാമത്തെ കേസ്. ഈ രണ്ടാമതിരിക്കുമ്പോഴാണ് എന്ത് കൂടുതൽ, പൊട്ടൻഷ്യൽ കൂടുതൽ. കാര്യം ഇവിടെ ഡിസ്റ്റൻസ് കുറവാണ്. ഒന്നാമത്തെ കേസിൽ ഡിസ്റ്റൻസ് കൂടുതലാണ്, അതുകൊണ്ട് പൊട്ടൻഷ്യൽ കുറയും.
ഇത്രയുമാണ് ഈ ചാപ്റ്ററിലെ തുടക്കത്തിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഏറ്റവും പ്രാധാന്യമുള്ള ഇക്വേഷൻ ആണ്. ഇത് അറിയാമെങ്കിൽ മാത്രമേ ഇനി പറയുന്ന എല്ലാ ഡെറിവേഷനും നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. ഓർത്തിരിക്കുക, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുന്നതിനുള്ള ഫോർമുല V is equal to 1/4πε0 Q/R ആണ്. ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നില്ല, വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, പോസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, കാണുക. ഇത്രയും കാര്യം ഒന്ന് എഴുതിയെടുത്ത് പഠിക്കുക. ഓക്കെ, അടുത്തൊരു ക്ലാസ്സുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം.